Hi, welcome all to Sunus Bios video. +1 Zoology Locomotion and Movement എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ ചോദ്യോത്തരങ്ങളും നോട്ട്ബുക്കിലേക്ക് എഴുതി നന്നായി പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നേടാവുന്നതാണ്. എല്ലാവരും സുനൂസ് ബയോസ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം നമുക്ക് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് contractile പ്രോട്ടീൻസ്, മെക്കാനിസം ഓഫ് മസിൽ contraction, സ്റ്റേജസ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ, സ്പെഷ്യലി ഫിഗർ 24, then skeletal system including ribs, then joints, from disorders arthritis, osteoporosis and gout. First topic, structure of contractile proteins. Question number 1. Name the contractile proteins present in muscles. Actin filament and myosin filament. Actin filamentine thin filament എന്നും myosin filamentine thick filament എന്നും പറയുന്നു. Question number 2. Identify various parts of actin filaments. F-actin or filamentous actin, tropomyosin, troponin എന്നീ 3 ഘടകങ്ങൾ കൂടി ചേർന്നതാണ് actin filaments. Third question. Identify the diagram. Label parts A, B, C. എല്ലാവരും ചിത്രം നിരീക്ഷിച്ചല്ലോ. A is troponin, B is tropomyosin and C is F-actin or filamentous actin. എല്ലാവരും ഈ ചിത്രം നന്നായി പഠിച്ചു വയ്ക്കുക. Question number 4. Explain the structure of actin filament. Actin filamentന്റെ ഘടന വിവരിക്കുക. Actin filament consists of filamentous actin or F-actin, tropomyosin and troponin. F-actins are helically wound to each other. Each F-actin is a polymer of monomeric G-actin or globular actin. ഓരോ ആക്റ്റിൻ ഫിലമെൻറ്റും അല്ലെങ്കിൽ ഓരോ ആക്റ്റിൻ നാരും ചുറ്റുഗോവണി പോലെ പരസ്പരം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന 2 F-actin തന്തുക്കൾ, അതായത് ഫിലമെൻറ്റസ് ആക്റ്റിൻ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ F-actinനും മോണോമറുകളായ G-actin അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ്റെ പോളിമറുകളാണ്. ചിത്രത്തിൽ F-actin ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കൂ. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ട്രോപ്പോമയോസിൻ. 2 filaments of proteins, tropomyosin, run close to F-actin throughout its length. Look at the picture of tropomyosin. മറ്റൊരു മാംസ്യമായ ട്രോപ്പോമയോസിൻ്റെ 2 തന്തുക്കളും F-actinോട് ചേർന്ന് ഉടനീളം കാണപ്പെടുന്നു. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ട്രോപ്പോണിൻ. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ദ ട്രോപ്പോമയോസിൻ. ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ്, എ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ മാസ്ക്സ് ദ ആക്റ്റീവ് ബൈൻഡിംഗ് സൈറ്റ് ഫോർ മയോസിൻ ഓൺ ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ട്രോപ്പോണിൻ. ട്രോപ്പോമയോസിനിൽ കൃത്യമായ ഇടവേളകളിൽ മറ്റൊരു സങ്കീർണ മാംസ്യമായ പ്രോട്ടീനായ ട്രോപ്പോണിൻ വിന്യസിച്ചിരിക്കുന്നു. വിശ്രമാവസ്ഥയിൽ, അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, ട്രോപ്പോണിൻ്റെ ഒരു ഉപഘടകം സബ് യൂണിറ്റ് ആക്റ്റിൻ നാരിൽ മയോസിൻ വന്ന് ബന്ധിക്കപ്പെടേണ്ട സക്രിയ സ്ഥാനത്തെ അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റിനെ മറയ്ക്കുന്നു. ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ഘടന മനസ്സിലായല്ലോ. ഇനി നമുക്ക് മയോസിൻ ഫിലമെൻറ്റിൻ്റെ തിക്ക് ഫിലമെൻറ്റിൻ്റെ ഘടന നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മയോസിൻ ഫിലമെൻറ്റ്. Myosin filament is a polymerized protein. Many monomeric proteins called myromyosin constitutes one thick filament. Myromyosin has 2 parts, head and tail. ഓരോ മീറോമയോസിനും 2 പ്രധാന ഭാഗങ്ങളുണ്ട്. നീളം കുറഞ്ഞ കഴുത്തോടുകൂടിയ ഗോളാകൃതിയിലുള്ള ശീർഷം അല്ലെങ്കിൽ ഹെഡ്, തുടർന്ന് നീളം കൂടിയ ഒരു വാല് അല്ലെങ്കിൽ ടെയിൽ. ഇതിൽ കുറിയ കഴുത്തും ശീർഷവും ഉള്ള ഭാഗത്തെ ഹെവി മീറോമയോസിൻ അല്ലെങ്കിൽ HMM എന്ന് വിളിക്കുന്നു. എന്നാൽ ടെയിലിനെ LMM അല്ലെങ്കിൽ ലൈറ്റ് മീറോമയോസിൻ എന്ന് പറയുന്നു. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന മയോസിൻ മോണോമർ അല്ലെങ്കിൽ മീറോമയോസിൻ്റെ ഘടനയൊന്ന് നോക്കൂ. ഇതിൻ്റെ ഹെഡ് പോർഷൻ, ക്രോസാം, ടെയിൽ, ATP ബൈൻഡിംഗ് സൈറ്റ്, ആക്റ്റിൻ ബൈൻഡിംഗ് സൈറ്റ് എന്നിവ വിശദമായി മനസ്സിലാക്കുക. മീറോമയോസിൻ്റെ പിക്ചർ എല്ലാവരും നോക്കിയല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മീറോമയോസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മീറോമയോസിൻ ഹാസ് 2 parts, head and tail. First one,
myosin head with a short arm. There are two heads with short arms lying side by side. It is formed by heavy myromyosin or HMM. മീറോമയോസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. നീളം കുറഞ്ഞ കഴുത്തോടുകൂടിയ ഗോളാകൃതിയിലുള്ള ശീർഷവും തുടർന്ന് നീളം കൂടിയ ഒരു വാലും. ഇതിൽ ആദ്യത്തേതിനെ, അതായത് ഷോർട്ട് ആം വിത്ത് ഹെഡ്, ഈസ് കോൾഡ് heavy myromyosin or HMM. The globular head is an active ATPase enzyme and has binding sites for ATP and active sites for actin. ഗോളാകൃതിയിലുള്ള ശീർഷം അല്ലെങ്കിൽ ഹെഡ് ഒരു സജീവ ATPase എൻസൈം രാസാഗ്നിയായി പ്രവർത്തിക്കുന്നു. അതിൽ ATPയെ ബന്ധിപ്പിക്കാനുള്ള സ്ഥാനവും ആക്റ്റിൻ നാരിനെ ബന്ധിപ്പിക്കാനുള്ള ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ സക്രിയ സ്ഥാനവും ഉണ്ട്. മീറോമയോസിൻ ഹെഡ് അല്ലെങ്കിൽ HMMൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അതൊരു ATPase എൻസൈമാണ്. ATPയെ ബന്ധിപ്പിക്കാനുള്ള സ്ഥാനമുണ്ട്, ആക്റ്റിൻ നാരിനെ ബന്ധിപ്പിക്കാനുള്ള സ്ഥാനവുമുണ്ട്. ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ ഓഫ് മീറോമയോസിൻ. മീറോമയോസിൻ്റെ ഘടന നമുക്ക് തുടരാം. അടുത്തത് ക്രോസ് ആം ആണ്. Head and short arm project outwards at a regular distance from the surface of polymerized myosin filaments and is called cross arm. HMMൻ്റെ ഭാഗമായ ശീർഷവും അല്ലെങ്കിൽ ഹെഡും ഷോർട്ട് ആമും പരസ്പരം കൃത്യമായ അകലത്തിലും കോണളവിലും പോളിമറൈസ്ഡ് മയോസിൻ നാരിൻ്റെ ഉപരിതലത്തിൽ നിന്ന് വിലങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു. അതുകൊണ്ട് ഇതിനെ കുറുകരം അല്ലെങ്കിൽ ക്രോസ് ആം എന്ന് പറയുന്നു. മീറോമയോസിൻ്റെ അടുത്ത ഭാഗമാണ് മയോസിൻ ടെയിൽ. The elongated part of myromyosin is called myosin tail. It is composed of light myromyosin or LMM. മീറോമയോസിൻ്റെ നീളമുള്ള വാലിനെ അല്ലെങ്കിൽ ടെയിൽ പോർഷനെ പറയുന്ന പേരാണ് LMM അല്ലെങ്കിൽ ലൈറ്റ് മീറോമയോസിൻ. മയോസിൻ എന്നത് ഒരു മസിൽ പ്രോട്ടീനാണെന്നും മയോസിൻ ഒരു പോളിമർ അല്ലെങ്കിൽ ധാരാളം മോണോമർ കൂടി ചേർന്നതാണെന്നും അതിലെ മോണോമർ മീറോമയോസിൻ ആണെന്നും മീറോമയോസിൻ്റെ ഘടന എന്താണെന്നും വളരെ വ്യക്തമായല്ലോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ഷോയിങ് സ്ട്രക്ചർ ഓഫ് മയോസിൻ ഫിലമെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോട്ടീൻ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു ലൈറ്റ് മീറോമയോസിൻ, ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, മീറോമയോസിൻ. Thick myosin filament is formed of protein myosin. Myosin is formed of dash A. A is divided into heavy myromyosin and dash B. ATP binding site and actin binding sites are present in heavy myromyosin. We have to fill A and B. നമുക്കറിയാം thick myosin filament is formed of protein myosin. Myosin is formed of myromyosin. So answer A is myromyosin. And myromyosin is divided into heavy myromyosin and light myromyosin. So answer B is light myromyosin. Question number 8. Name the theory which explains the mechanism of muscle contraction. Answer is sliding filament theory. പേശി സങ്കോചത്തിൻ്റെ പ്രവർത്തന സംവിധാനം വളരെ ഭംഗിയായി വിശദമാക്കുന്ന സിദ്ധാന്തമാണ് തന്തു തെന്നി നീങ്ങൽ സിദ്ധാന്തം, സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. Question number 9. Who proposed sliding filament theory? Answer is H.E. Huxley and A.F. Huxley. 10th question. Define sliding filament theory. Sliding filament theory states that contraction of a muscle fiber takes place by the sliding of the thin filament over the thick filaments. കനം കൂടിയ നാരിന് മുകളിലൂടെ കനം കുറഞ്ഞ നാരുകൾ തെന്നി നീങ്ങുമ്പോഴാണ് പേശീതന്തുവിൻ്റെ സങ്കോചം സാധ്യമാകുന്നത് എന്നതാണ് തന്തു തെന്നി നീങ്ങൽ സിദ്ധാന്തം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. Question number 11. What are the main stages of mechanism of muscle contraction? First one, contraction of muscle fiber. Second one, relaxation of muscle fiber. Question number 12. What are the steps involved in the contraction of muscle fiber? First one, excitation of a muscle fiber. Second one, release of calcium ions. Third one, formation of cross bridge or actomyosin complex formation. Question number 13. A contracted muscle fiber becomes shorter and thicker
but its volume remains the same. Which theory explains the process of muscle contraction? Answer is sliding filament theory. B. Name the proteins present in muscle fiber. Answer is actin and myosin. Observe the diagram showing stages in cross bridge formation, rotation of head and breaking of cross bridge. Question number 15. Draw a flow chart showing physiological process involved in the formation of cross bridge during muscle contraction. There are 7 stages involved in cross bridge formation during muscle contraction. First one, neural signal impulse. Second one, acetylcholine is released. Third one, it generates action potential. Fourth one, calcium ions release. Fifth one, calcium ions binds with the troponin of F-actin filaments. Sixth one, remove masking of active sites. Seventh one, myosin head binds with active sites on actin to form a cross bridge. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുമുള്ള ആവേഗം പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ വഴി പേശികളിലെത്തുമ്പോഴാണ് പേശി സങ്കോചം ആരംഭിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ന്യൂറൽ സിഗ്നൽ ഇമ്പൾസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ആവേഗം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ എത്തുമ്പോൾ നാഡീയ പ്രേഷകമായ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ അസറ്റൈൽകോളിൻ പുറപ്പെടുവിക്കുന്നു. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റിലീസ് ഓഫ് അസറ്റൈൽകോളിൻ. തന്മൂലം പേശി കോശസ്തരത്തിൽ ഒരു പ്രവർത്തനശേഷി അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ സംജാതമാകുന്നു. തേർഡ് സ്റ്റെപ്പ് ഈസ് ജനറേറ്റ്സ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ പേശി തന്തുവിലൂടെ വ്യാപിക്കുകയും പേശി കോശദ്രവ്യത്തിൽ നിന്ന് കാൽസ്യം അയോണുകൾ മോചിതമാവുകയും ചെയ്യുന്നു. സോ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് കാൽസ്യം അയോൺ റിലീസ്. അങ്ങനെ കാൽസ്യം അയോണിൻ്റെ തോതിലുണ്ടാകുന്ന വർധന ആക്റ്റിൻ നാരിലെ ട്രോപ്പോണിൻ്റെ ഒരു ഉപഘടകവുമായി കാൽസ്യം ബന്ധിതമാകുന്നതിന് ഇടയാകുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽസ്യം അയോൺസ് ബൈൻഡ്സ് വിത്ത് എ ട്രോപ്പോണിൻ ഓഫ് F-actin filaments. ഇത് ആക്റ്റിൻ നാരിൽ മയോസിൻ മാംസ്യം ബന്ധിപ്പിക്കപ്പെടേണ്ട സക്രിയ സ്ഥാനത്തെ അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റിനെ മറ നീക്കം ചെയ്ത് സജീവമാക്കുന്നു. സോ സിക്സ്ത് പോയിൻ്റ് ഈസ് റിമൂവ് മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ്. ATPയുടെ ജലവിശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് മയോസിൻ ശീർഷം മയോസിൻ ഹെഡ് ആക്റ്റിനിലെ വെളിവാക്കപ്പെട്ട സക്രിയ സ്ഥാനത്ത് ആക്റ്റീവ് സൈറ്റിൽ ബന്ധിക്കപ്പെടുന്നു. അങ്ങനെ കുറുകെയുള്ള ബന്ധന രൂപീകരണം അല്ലെങ്കിൽ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ സാധ്യമാകുന്നു. സോ ദ സെവൻത്ത് സ്റ്റെപ്പ് ഈസ് മയോസിൻ ഹെഡ് ബൈൻഡ്സ് വിത്ത് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ആക്റ്റിൻ ടു ഫോം എ ക്രോസ് ബ്രിഡ്ജ്. മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ. 16th ക്വസ്റ്റ്യൻ. നെയിം ദ ജംഗ്ഷൻ ബിറ്റ്വീൻ മോട്ടോർ ന്യൂറോൺ ആൻഡ് സാർക്കോലെമ ഓഫ് മസിൽ ഫൈബർ. ആൻസർ ഈസ് neuromuscular junction or motor end plate. 17th question. Explain the various steps in muscle contraction. First step is excitation of muscle fiber. A stimulus from central nervous system reaches neuromuscular junction or motor end plate. Neuromuscular junction releases a neurotransmitter acetylcholine which generates an action potential in the sarcolemma. Second step, release of calcium ions. The action potential spreads through the muscle fiber and causes the release of calcium ions into the sarcoplasm. Third step, formation of cross bridge or actomyosin complex. Formation of actomyosin complex എന്ന ഘട്ടത്തെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. ABC. A. Increase in calcium ion level leads to the binding of calcium with subunit of troponin on actin filaments and thereby remove the masking of active sites for myosin. Next step B. Using energy from ATP hydrolysis, the myosin head binds to the exposed active sites on actin to form a cross bridge. Next C.
This pulls the attached actin filaments towards the center of a band or anisotropic band or dark band made of myosin. The Z lines attached to actins are also pulled inwards, thereby causing shortening of the sarcomere, that is called a contraction. During contraction, the I band gets reduced, whereas A band retain the length. അതായത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ ആക്റ്റിൻ നാരുകൾ എ ബാൻഡിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടുന്നു. ഈ ആക്റ്റിനുകളോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സെഡ് രേഖകളും അകത്തേക്ക് വലിച്ചടിപ്പിക്കപ്പെടുന്നു. അങ്ങനെ സാർക്കോമിയർ ചുരുങ്ങുന്നതിനിടയാവുകയും ചെയ്യുന്നു. ഇതാണ് പേശി സങ്കോചം. പേശി കോശം ചുരുങ്ങുമ്പോൾ, അതായത് സങ്കോചിക്കുമ്പോൾ, ഐ ബാൻഡുകളുടെ നീളം കുറയുകയും എ ബാൻഡുകൾ അവയുടെ നീളം നിലനിർത്തുകയും ചെയ്യുന്നു. The myosin releasing the ADP and P, that is phosphate, goes back to its relaxed state. A new ATP binds and a cross bridge is broken. The ATP is again hydrolysed by the myosin head and cycle of cross bridge formation continues. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും സ്വതന്ത്രമാവുകയും മയോസിൻ വിശ്രമാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു പുതിയ ATP ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറുകെയുള്ള ബന്ധനം തകരുന്നു. വീണ്ടും മയോസിൻ ശീർഷത്താൽ ATPയുടെ ജലവിശ്ലേഷണം നടക്കുകയും കുറുകെയുള്ള ബന്ധന രൂപീകരണം, തകർച്ച എന്ന ചക്രം ആവർത്തിക്കുകയും അടുത്ത തെന്നി നീങ്ങലിന് അല്ലെങ്കിൽ സ്ലൈഡിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം, റിബ്സ്. Question number 18. What is rib? Rib is a thin flat bone connected dorsally to the vertebral column and ventrally to the sternum. കനം കുറഞ്ഞ പരന്ന അസ്ഥിയാണ് വാരിയെല്ല്. ഇവ പുറംഭാഗത്ത് നട്ടെല്ലിനോടും അകഭാഗത്ത് മാറലിനോടും യോജിച്ചിരിക്കുന്നു. വെർട്ടബ്രൽ കോളത്തെ നട്ടെല്ല് എന്നും സ്റ്റേർണത്തെ മാറെല്ല് എന്നും പറയുന്നു. Question number 19. How many ribs are present in human skeletal system? There are 12 pairs of ribs or 24 bones are present in ribs. Question number 20. What is the peculiarity of a rib? A rib has two articulation surfaces on its dorsal end, so it is called bicephalic. വാരിയെല്ലുകൾക്ക് മുതുകുവശത്ത് നട്ടെല്ലുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പ്രതലങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ ബൈസിഫാലിക് എന്ന് വിളിക്കുന്നു. Question number 21. How many types of ribs are there in human skeletal system? There are 3 types of ribs. What are they? True ribs, false ribs, and floating ribs. False ribs are also called vertebrochondral ribs. True ribsine യഥാർത്ഥ വാരിയെല്ലുകൾ എന്നും false ribsine കപട വാരിയെല്ലുകൾ എന്നും ഫ്ലോട്ടിംഗ് റിബ്സിനെ അസ്ഥിര വാരിയെല്ലുകൾ എന്നും അറിയപ്പെടുന്നു. Question number 22. What are true ribs? How many true ribs are there in human skeleton? True ribs are dorsally attached to that of the thoracic vertebrae and ventrally connected to the sternum with the help of hyaline cartilage. First 7 pairs of ribs are true ribs. 1 to 7 pairs of ribs are true ribs. ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകളെ യഥാർത്ഥ വാരിയെല്ലുകൾ അഥവാ ട്രൂ റിബ്സ് എന്ന് പറയുന്നു. ഇവയെ മുതുകുഭാഗത്ത് തൊറാസിക് കശേരുകളോടും അകഭാഗത്ത് ഹയലിൻ തരുണാസ്ഥിയുടെ സഹായത്താൽ മാറലിനോടും യോജിപ്പിച്ചിരിക്കുന്നു. Question number 23. What are false ribs or vertebrochondral ribs? How many false ribs are present? False ribs do not articulate directly with the sternum. They join the 7th rib with the help of hyaline cartilage. 8th, 9th and 10th pairs of ribs are false ribs. 8, 9, 10 എന്നീ ജോഡി വാരിയെല്ലുകൾ മാറലിനോട് നേരിട്ട് യോജിക്കാതെ ഹയലിൻ തരുണാസ്ഥി വഴി 7ാമത്തെ ജോഡി വാരിയെല്ലുമായി യോജിക്കുന്നു. ഇവയെ കപട വാരിയെല്ലുകൾ അല്ലെങ്കിൽ ഫോൾസ് റിബ്സ്, അതുമല്ലെങ്കിൽ വെർട്ടബ്രോകോൺട്രൽ വാരിയെല്ലുകൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഫ്ലോട്ടിംഗ് റിബ്സ്? ഹൗ മെനി ഫ്ലോട്ടിംഗ് റിബ്സ് ആർ ദെയർ ഇൻ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം? ഫ്ലോട്ടിംഗ് റിബ്സ് ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി ടു ദ സ്റ്റെർണം. 11th and 12th pairs of ribs or last 2 pairs of ribs are examples for floating ribs. അവസാനത്തെ 2 ജോഡി വാരിയെല്ലുകൾ, അതായത് 11ഉം 12ഉം അകഭാഗവുമായി യോജിച്ചിട്ടില്ലാത്തതിനാൽ അവയെ അസ്ഥിര വാരിയെല്ലുകൾ, ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നു.
Question number 25. What is rib cage? The thoracic vertebrae, ribs and sternum together form the rib cage. Thoracic കശേരുക്കൾ, വാരിയെല്ലുകൾ, മാറെല്ല് എന്നിവ ഒത്തുചേർന്നതാണ് വാരിയെല്ലിൻ കൂട് അല്ലെങ്കിൽ rib cage. Next we can study joints. Question number 26. What is a joint? The place of articulation between two or more bones or between a bone and cartilage is called joint. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമോ അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ ആണ് സന്ധികൾ. Question number 27. What are the different types of joints? Based on mobility, there are 3 types of joints. First one, fibrous joint. Second one, cartilaginous joints. Third one, synovial joints. തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി ഫൈബ്രസ് ജോയിൻറ്റ്സ്, തരുണാസ്ഥി സന്ധി കാർട്ടിലാജിനസ് ജോയിൻറ്റ്, സൈനോവിയൽ സന്ധി സൈനോവിയൽ ജോയിൻറ്റ്. Question number 28. A. What is fibrous joint? Fibrous joints are fixed joints or immovable joints. ഒരു ചലനവും സാധ്യമല്ലാത്ത ജോയിൻസ് ആണ് ഫൈബ്രസ് ജോയിൻസ്. ബി. Write one functional peculiarity. Answer is, they do not allow any movements. The bones are very tightly held with the dense fibrous connective tissue. ഫൈബ്രസ് ജോയിൻറ്റുകളുടെ അസ്ഥികളുടെ അഗ്രഭാഗങ്ങളെ ഇടതിങ്ങിയ തന്തുക്കൾ പോലെയുള്ള യോജക കലകളാൽ തുന്നിച്ചേർത്ത് ആണ് രൂപം കൊള്ളുന്നത്. Question number 28C. Write one example for fibrous joint. Switches between the skull bones. തലയോടിലെ പരന്ന അസ്ഥികളിൽ കാണപ്പെടുന്ന സന്ധികളാണ് ഫൈബ്രസ് ജോയിൻറ്റ്സ്. ഇത് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധികൾ എന്നറിയപ്പെടുന്നു. ഈ അസ്ഥികളുടെ അഗ്രഭാഗങ്ങളെ ഇടതിങ്ങിയ തന്തുക്കൾ പോലെയുള്ള യോജക കലകളാൽ തുന്നിച്ചേർത്താണ് സ്വിച്ചേഴ്സ് കൊണ്ടാണ് കപാലം രൂപം കൊള്ളുന്നത്. Question number 29. What is cartilaginous joint? Cartilaginous joints are slightly mobile joint or imperfect joint. അസ്ഥികൾ പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്താൽ ചേർന്നിരിക്കുന്നതിനാൽ പരിമിതമായ ചലനം അനുവദിക്കുന്നു. Write one functional peculiarity of cartilaginous joint. At these joints, the bones are joined with the help of cartilages. It allows only a limited movements. തരുണാസ്ഥി കൊണ്ട് അസ്ഥികൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ പരിമിതമായ ചലനം സാധ്യമാകുന്നു. Write one example for cartilaginous joint. Example is joint between vertebrae. നട്ടിലിലെ അടുത്തടുത്തുള്ള കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി തരുണാസ്ഥി സന്ധികളാണ് അല്ലെങ്കിൽ കാർട്ടിലാജിനസ് ജോയിൻറ്റ്സ് ആണ്. Question number 30. A. What are synovial joints? Synovial joints are freely movable or perfect joints. രണ്ട് അസ്ഥികൾ പരസ്പരം ബന്ധിക്കുന്ന ഉപരിതലങ്ങളുടെ ഇടയിൽ ദ്രാവകം നിറഞ്ഞ സൈനോവിയൽ അറ കാണപ്പെടുന്നു. ഈ ക്രമീകരണം ചലനം സുഗമമാക്കാൻ സഹായിക്കുന്നു. Question number 30B. What are the functional peculiarities of synovial joint? In synovial joints, a fluid-filled synovial cavity is present between the articulated bones. Such joints allow considerable movements. These joints help in locomotion and other movements. രണ്ട് അസ്ഥികൾ പരസ്പരം ബന്ധിക്കുന്ന ഉപരിതലങ്ങളുടെ ഇടയിൽ ദ്രാവകം നിറഞ്ഞ സൈനോവിയൽ അറ കാണപ്പെടുന്നു. ഈ ഫ്ലൂയിഡിനെ പറയുന്ന ദ്രാവകത്തെ പറയുന്ന പേരാണ് സൈനോവിയൽ ദ്രാവകം. ഈ ക്രമീകരണം ചലനം സുഗമമാക്കാൻ സഹായിക്കുന്നു. ഈ സന്ധികൾ സഞ്ചാരത്തിനും മറ്റനവധി ചലനങ്ങൾക്കും സഹായിക്കുന്നു. 30C. Give examples for synovial joints. Ball and socket joint, hinge joint, pivot joint, gliding joint, saddle joint. All these are synovial joints. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന് പറയുന്ന പേരാണ് ഗോളരസന്ധി. ഹ്യൂമറസിനും തോൾ വലയത്തിനും ഇടയിൽ കാണപ്പെടുന്നു. ഹിഞ്ച് ജോയിൻറ്റിന് പറയുന്ന പേരാണ് വിജാഗിരി സന്ധി, മുട്ടിലെ സന്ധി അല്ലെങ്കിൽ നീ ജോയിൻറ്റ് എക്സാമ്പിളാണ്. മൂന്നാമത്തത് പിവട്ട് ജോയിൻറ്റ്, കീലസന്ധി. ഉദാഹരണം അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിൽ, ആദ്യത്തെ കശേരുകയും രണ്ടാമത്തെ കശേരുകയുടെയും ഇടയിൽ. അടുത്തത് ഗ്ലൈഡിംഗ് ജോയിൻ്റാണ്. ഇതിന് തെന്നി നീങ്ങുന്ന സന്ധി എന്നാണ് പറയുക, കാർപ്പലുകളുടെ ഇടയിൽ. അടുത്തത് സാഡിൽ ജോയിൻറ്റ്,
വരിയാണ സന്ധി എന്ന് പറയും. തള്ളവിരലിൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലാണ് ഇത് കാണുന്നത്. Question number 31. The movement of bones in different directions is allowed by the joints. A. Write the names of different types of joints. B. Which type of joint is the hip joint? Different types of joints are ball and socket joint, hinge joint, pivot joint, gliding joint, and saddle joint. Hip joint is a ball and socket joint. Question number 32. What is ball and socket joint? One bone forms globular head and the other forms a cup-like socket into which head fits in. It allows free movements in all directions. This type of joint is called ball and socket joint. Question number 33. Write examples for synovial joint. 1. Shoulder joint between humerus and pectoral girdle. 2. Hip joint. Question number 34. What are hinge joints? The two bones are fitted like the hinge of a door. It allows to and fro movements in one direction only. Question number 35. Write examples for hinge joints. Knee joint, elbow joint, and joints between phalanges. Question number 36. What are pivot joints? One bone is fixed while the other moves freely over it. Question number 37. Give example for pivot joints. Joint between atlas and axis, or joints between first vertebra and second vertebra. Question number 38. What is gliding joint? Gliding joint allows sliding, that is back and forth movement of two bones over one another. Question number 39. Give example for gliding joint. Joint between the carpals or wrist bones. Question number 40. What are saddle joints? It is like a ball and socket joint, but both the ball and socket are poorly developed. Question number 42. Example for saddle joints between carpal and metacarpal of thumb. അടുത്തത് questions from disorders of muscular and skeletal system. Question number 43. Distinguish between arthritis and rheumatoid arthritis. Arthritis is a bone disorder caused by the inflammation of the joints. സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് സന്ധിവാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ്. Rheumatoid arthritis is characterized by painful inflammation of the synovial membrane of the joints. It is diagnosed by the presence of rheumatoid factor. Rheumatoid arthritisൽ ജോയിൻസിലുള്ള സൈനോവിയൽ മെംബ്രെയിന് നീർവീക്കമുണ്ടാവുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. സൈനോവിയൽ ഫ്ലൂയിഡിൽ റുമാറ്റോയിഡ് ഫാക്ടറിൻ്റെ സാന്നിധ്യം കാണുന്നു. Question number 44. What is osteoporosis? Osteoporosis is an age-related disorder of bone where bones become brittle and break quickly. Reduced amount of estrogen is the main reason. ഓസ്റ്റിയോപോറോസിസിനെ അസ്ഥിക്ഷയം എന്നും പറയുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അസ്ഥിഭാരത്തിൽ കുറവുണ്ടാവുകയും പൊട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് അസ്ഥിക്ഷയം. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതാണ് പ്രധാന കാരണം. Question number 45. What are the characteristic features of osteoporosis? 1. Decrease of bone mass. 2. Increased chances of fracture or rigidity of bones. Question number 46. What are the causes of osteoporosis? First one, decreased level of estrogen. Second one, deficiencies of calcium and vitamin D. Question number 47. Bones of the older pupil turn brittle and can break quickly. A. Name the bone disorder stated above. Answer is osteoporosis. B. List any two reasons for the above disorder. 1. Imbalance of hormones like thyrocalcitonin, parathyroid and sex hormones. 2. Deficiencies of calcium and vitamin D. Question number 48. Name the disease which cause inflammation of joints due to accumulation of uric acid crystals. Answer is gout. ഗൗട്ടിന് രക്തവാതം എന്നാണ് അറിയപ്പെടുന്നത്.
പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് രക്തവാതം അല്ലെങ്കിൽ ഗൗട്ട് എന്നറിയപ്പെടുന്നത്. 49. A patient's kidney is not properly working and he is unable to eliminate adequate amount of nitrogenous waste from his body and it leads to a bone disorder. Identify the bone disorder. Answer is gout. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ തന്നിരിക്കുന്നത്. എല്ലാം നന്നായി പഠിക്കുക. മുഴുവൻ മാർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് നേടാൻ സാധിക്കും. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ, സബ്സ്ക്രൈബ്. സുനൂസ് ബയോസ് വീഡിയോ ചാനൽ. Best wishes. Thank you for watching this video.